മാസ്റ്റർ ഈ വരുന്ന ജൂലൈ 15 ലോഞ്ച് ചെയ്യുന്നു. കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. You and now we are watching E-Master presents Star Magic. Welcome. Good evening. Good evening. Good evening. Very good evening. പ്രത്യേകം ഉണ്ടല്ലോ 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. സസ്പെൻഡിലായ ഒരു സൂപ്രണ്ടിന്റെ മകളാണ് നെയ്യ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു പ്രതിയാണ് നെയ്യ്. വന്ന സമയത്ത് ആ പൈപ്പുകളിലും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് MG സോമൻ സാറിന്റെ കൂടെ അങ്ങ് വിടായിരുന്നു. നല്ല കോമഡിയാ, നല്ല കോമഡി, നല്ല അത്യാവശ്യ കോമഡി, നല്ല കോമഡി. പല ആങ്കർമാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ കമ്പിളി പുതപ്പ് ഇട്ടിട്ട് ആവി പിടിച്ചിട്ട് വരുന്ന ആങ്കർ ഞാൻ ആദ്യം ലക്ഷ്മിക്ക് ഡാഡി ഗിരിജാരെ ഫിഗർ ചെയ്യാം. എന്റെ വീട്ടിലെ ചെസ് ബോർഡ് കംപ്ലൈന്റ് ആയിട്ട് ഇത് കഴിയുമ്പോൾ എനിക്ക് ബോർഡായിട്ട് ചെസ് ബോർഡ് എങ്ങനെയാണ് കംപ്ലൈന്റ് ആവണത്? നീയാണോ നിന്നെ പോലെയാണോ വർക്കാവാത്ത ചെസ് ബോർഡ് എന്താണ് ബാറ്ററി വർക്കാകുന്നത്? അതെ അതെ, എല്ലാരും ഒന്ന് നിർത്തിക്കേ. അവിടെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അയ്യോ ചേച്ചി, എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടല്ലോ. എനിക്ക് എന്റെ നവി ചേച്ചി മാത്രമുള്ളൂ സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ കുറച്ച് കാശ് ചെലവാക്കി. ഇതാണ് നിങ്ങൾ ഉച്ചക്കിരുന്ന് അങ്ങോട്ടും ഞാൻ സംസാരിച്ചത്. ചേച്ചി ചേച്ചി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു പേസ്റ്റൽ ഷെയ്ഡില് ആ ഒരു ലിപ് ഷെയ്ഡും ആ ഒരു ഹെയർ ഒക്കെ കളിതപ്പുണ്ടല്ലോ. യു ലുക്ക് ഓസം. ലക്ഷ്മി ഉണ്ടല്ലോ, ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വേവ് ചെയ്ത് വന്നിട്ട് വളരെ മോഡേൺ ആയിട്ട് കാണുമ്പോഴത്തേക്കും ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര വേണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിക്കാം. ഒരു ആരെയും ഇനി പുകഴ്ത്തേണ്ടത് ഈ ടീമിനൊന്ന് പുഴുങ്ങി തന്നാ മതി. റോസും അതുപോലെ തന്നെ ആശയും കളറുള്ള ചെസ് ബോർഡിനെ പറ്റിയിട്ടാണ് അദ്ദേഹം അവന്റെ ചെസ് ബോർഡിന്റെ ബാറ്ററി മിസ്സായിരുന്നു. ഇത്രയും പൊക്കി പറഞ്ഞിട്ടും പോത്തിന്റെ നാക്കിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഐ ആം സസ്പെൻഡ് ടു ദ പോലീസ്. ഏതായാലും നവ്യ ചേച്ചിക്ക് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു ഫാമിലിയുടെ കൂടെ ജോയിൻ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും കുറെ രസകരമായിട്ടുള്ള സർപ്രൈസസ് ഞങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയല്ലേ? അതെ അതെ അതെ, അതിൽ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ, നന്ദനത്തിലെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ മറ്റേ അങ്ങനെ ചതിക്കാത്ത ചന്തു ഒരുപാട് മൂവീസിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലേ. അപ്പൊ ഇനി ചേച്ചിയുടെ ലൈഫിൽ ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ പോവാ. എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്തായിരിക്കും എന്നുള്ളത്? കൊടിമല തലയിൽ വീണ്ടും പൊടിയിടാൻ പോവാണോ? മുളകുപൊടി സർപ്രൈസ് അല്ലല്ലേ? അതല്ല, അതൊന്നും ഒരു വലിയ സർപ്രൈസ് അല്ല. ഇതുവരെ സ്റ്റാർ മാജിക് ടീം ഞെട്ടിച്ചിട്ടുണ്ടോ? എപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട്. എന്നാ വീണ്ടും ഞെട്ടാനായിട്ട് റെഡി ആയിക്കോളൂ. ആൻഡ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു സർപ്രൈസ് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? സ്റ്റാർ മാജിക് ഫാമിലിയിൽ നിന്നുള്ളൊരു സർപ്രൈസ്. ലൈഫിൽ ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള, ലൈഫിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള, ഇന്നും ദൈവത്തോട് താങ്ക്സ് പറയുന്ന, അത്രയ്ക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ എന്താണോ ആയത്, ആദ്യത്തെ സിനിമയായ ഇഷ്ടം, അതിൽ എന്നെ സെലക്ട് ചെയ്ത് വന്നതിൻ്റെ റീസൺ സിബി മരയിൽ എന്ന് പറഞ്ഞ സംവിധായകനാണ്. അപ്പോൾ സിബി അങ്കിളിൻ്റെ മുതൽ രഞ്ജിയേട്ടൻ, നന്ദനത്തിലെ രഞ്ജിയേട്ടൻ, അങ്ങനെ ഒരുപാട് സംവിധായകരോട് എനിക്ക് അകമഴിഞ്ഞ് നന്ദിയുണ്ട് എന്നെ ഞാൻ ആക്കിയതിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ. ലൈഫില് ഇന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചില സീക്വൻസ് അല്ലെങ്കിൽ ഒരു മൂവിയൊക്കെ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട റോള് വഹിച്ച ഒരാളെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. സ്റ്റാർ മാജിക് ടീം ആയതുകൊണ്ട് തന്നെ അതിൽ കുറെ കുസൃതിയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോ ആ ഒരു സർപ്രൈസിലേക്ക് നമ്മൾ പോകുമ്പോ ഇനി നമുക്ക് വെൽക്കം ചെയ്യാനുള്ളത് നവ്യയുടെ സ്വന്തം ഊട്ടിയേട്ടൻ.
ബാലന് വേണ്ടിട്ട് ഉണ്ണിയേട്ടന്റെ സർപ്രൈസ്. എന്റെ പൊന്ന് ലക്ഷ്മി തങ്കു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഉമ്മട്ടും തങ്കു ഉമ്മയെന്ന് വെക്കാനല്ല എനിക്ക് രണ്ടുപേരും പോകും. വായിൽ വെച്ചിരുന്ന തങ്കു തങ്കു നിങ്ങളൊരു ഒരു എനർജി ബോംബാണ്. എന്തൊരു ഇംപ്രവൈസേഷൻ. നമുക്ക് ഒരു സ്റ്റെപ്പ് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് തീരും, എന്തെങ്കിലുമൊക്കെ പറ്റും. നമുക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ടെൻഷൻ വരും. തങ്കു ഇത് ബ്ലെസ്ഡ് ആണെന്നറിയാമോ? നമുക്ക് കണ്ട് കണ്ട് തങ്കുവിനോട് ഇഷ്ടം തോന്നുക. കൊഞ്ചിക്കാൻ തോന്നുക. ആ, ഭയങ്കര ഇഷ്ടം തോന്നുക. സത്യം തങ്കു ഭയങ്കര ഇഷ്ടം തോന്നുക തങ്കു. ഈ ഇഷ്ടം കൊണ്ടായിരിക്കും തങ്കു വീണ്ടും വീണ്ടും എന്താ പറയാ നന്നായിട്ട് ഇങ്ങനെ ഇപ്പൊ ചെയ്യുന്ന ഡാൻസ് പെർഫെക്റ്റ് ഡാൻസ് ആണോ എന്നല്ല, ഓഫ് കോഴ്സ് പെർഫെക്ഷൻ അതല്ലല്ലോ നമ്മൾ തങ്കുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. പക്ഷെ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നതിനകത്തും ആ താളം ഉണ്ടല്ലോ, ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ആ ഒരു പെർഫെക്റ്റ് താളം. ഈ 5 മിനിറ്റ് ഒരു ഡാൻസ് ഞാനിപ്പോ എന്നോട് വന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാനൊരു 10 തവണ റിഹേഴ്സൽ ചെയ്തിട്ടായിരിക്കും ഒരു 4 മൂവ്മെന്റ് കളിക്കുന്നുണ്ടാവുക. ഇതൊന്നും പ്രിപ്പയർ ചെയ്യാതെ ഇംപ്രോംപ്റ്റു ആയിട്ട് വന്ന് അത് ഡയലോഗ് ആണെങ്കിൽ ഡയലോഗ്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്. എന്താണ് തങ്കു? താങ്ക് യു. ചക്കര ഓക്കെ മാഡം, താങ്ക് യു. ഉണ്ണിയേട്ടനുണ്ടല്ലോ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒഴുകിയെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നു. ഉണ്ണിയേട്ടൻ സ്റ്റെപ്പ് തീർന്നപ്പോ ഉണ്ണിയേട്ടൻ കമിഴ്ന്നിട്ടൊക്കെ. അല്ല എന്തൊക്കെയാ ചെയ്യുന്നത് ഈ ചെറിയ സ്പേസ്? ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഈ സ്പേസ് തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. സത്യം. ആ സ്പേസിൽ കിടന്ന് പിന്നെയും പിന്നെയും അർമാദിക്കുകയാണ് മനുഷ്യൻ. ശരിക്കും നവേശ് ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം കടെടുക്കുകയാണ്. ഏതൊരു ക്യാരക്ടറും അനായാസം വഴങ്ങുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ബ്ലസ്ഡ് ടാലന്റഡ് ആർട്ടിസ്റ്റാണ് നമ്മുടെ തങ്കു. സോറി, ഇന്നത്തെ നമ്മുടെ ഉണ്ണിയേട്ടൻ കുട്ടി ഒന്ന് ഞെട്ടിയല്ലേ? ഞെട്ടി നന്ദന സിനിമയിൽ ഉണ്ണിയായിട്ട് അഭിനയിച്ച അരവിന്ദന്റെ കറക്റ്റ് രൂപം കണ്ടിട്ട് കുട്ടി ഒന്ന് ഞെട്ടിക്കാണും. കറക്റ്റ് രൂപ ഞാൻ ഞെട്ടി. അതാ അവിടെയാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടത്. ഞാൻ അരവിന്ദനല്ല. അരവിന്ദനല്ലേ? അല്ല അല്ല അല്ല, നിങ്ങൾ ആരാണ്? അല്ല ഞാൻ ഒരു വിന്ദനാണ്. മറ്റേ അരവിന്ദനല്ല, ഞാൻ ഒരു വിന്ദന. ഞാൻ അങ്ങനെ കുറഞ്ഞൊന്നും കൊടുക്കില്ല. ഞാൻ ഒരു വിന്ദനാ. പക്ഷെ ഒരു ഈ അരവിന്ദനായിട്ട് ഒരു ചെറിയൊരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ്? വ്യത്യാസമുണ്ടോ? ആ, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അയ്യോ, ഒരു ചെറിയ വ്യത്യാസം. ചെറിയ വ്യത്യാസം. പക്ഷെ അത് ഞങ്ങൾക്ക് തോന്നുന്നില്ല കേട്ടോ. അത് അങ്ങനെ അല്ല, ഉണ്ട്. അത് പറഞ്ഞുതരാം. അരവിന്ദന് അണപ്പല്ലുണ്ട്. എനിക്ക് അണപ്പല്ലില്ല. അയ്യോ, പറഞ്ഞ അതാരോ അടിച്ച് താഴെയിട്ടതാട്ടോ. ആരോ അടിച്ച് താഴെയിട്ടതല്ലേ? ആ അതെ, കയ്യിരിപ്പ്. ഇനി ഞാനൊരു സംഭവം പറയട്ടെ. ശരിക്കും ഈ നന്ദന സിനിമയില് ഞാനായിരുന്നു ഉണ്ണിയായിട്ട് അഭിനയിക്കേണ്ടത്. ആര്? ഞാനായിരുന്നു യഥാർത്ഥ സിനിമയിൽ ഉണ്ണിയായിട്ട് അഭിനയിക്കേണ്ടത്, കൃഷ്ണനായിട്ട് അഭിനയിക്കേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രീൻ ടെസ്റ്റ് നടത്തിയ സമയത്ത് പൃഥ്വിരാജിന്, അത് ഞാൻ ഓപ്പണായിട്ട് പറയണേ, എനിക്ക് അതിൽ യാതൊരുവിധ മറയുമില്ല. പൃഥ്വിരാജിന് അതിനൊരു ഈഗോ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത് നിർത്തിയിട്ട് എന്നെയും പൃഥ്വിരാജിനെ കണ്ടപ്പോൾ പൃഥ്വിരാജ് മനസ്സിലായി പുള്ളിക്കാരൻ അടി താഴെ പോകുമെന്ന് മനസ്സിലായി. എനിക്കറിയാം ഇത് മലയാള സിനിമയിലെ സംഭവങ്ങളല്ലേ, നമുക്ക് ഇപ്പൊ എത്ര അറിഞ്ഞുകൂടാത്തത്. അങ്ങനെയാണ് ഞാൻ ഈ വേഷം അത് എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ രഞ്ജിത്ത് അടങ്ങും. കാരണം രഞ്ജിത്ത് സാർ എന്നെ കണ്ടല്ലേ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. വേറെ ആരും വന്ന് തട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. അങ്ങനെ രഞ്ജിത്ത് സാറ് എന്റെ വീട്ടിൽ ഡെയിലി വരും. അയ്യോ, ഡെയിലി നയരമ്പളത്ത് പ്രഭാതവേദിയാക്കുന്ന സമയത്തേ വരും. ആ പ്രഭാതവേദി മ്യൂസിക്കോട് കൂടിയാണ്, ഈ മ്യൂസിക്കിലാണ് വരുന്നത് പുള്ളി. അങ്ങനെ വന്നിട്ട് ഡെയിലി ശല്യം. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞേ, ഇനി രഞ്ജിത്ത് സാറിനെ പുള്ളിക്ക് അവർക്ക് അറിഞ്ഞൂടല്ലോ. ഹലോ എം ജി സോമൻ, നമ്മളെ എം ജി സോമന്റെ മരുമോളാണ്. അങ്ങനെ ഈ രഞ്ജിത്ത് സാർ എന്തെന്നറിയാമോ, ഡെയിലി വന്ന് ശല്യം. ഞാൻ പറഞ്ഞ അമ്മയുടെ അടുത്ത് പറഞ്ഞ, അമ്മ ഒരു താടിയുള്ളൊരു ആള് വരും, എന്നെ ചോദിക്കാനാണ് വരുന്നത്. ഞാൻ ഇല്ലാന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തെന്നറിയാമോ, ഞാൻ നേരെ അടുക്കളയിൽ കയറി ഒളിച്ചിരുന്ന സമയത്ത് ഈ രഞ്ജിത്ത് സാർ അടുക്കളയിൽ കൂടെ കയറി വരും. ഞാൻ നോക്കി കട്ടക്കാപ്പി തിളപ്പിച്ചോണ്ടിരിക്കുന്ന എന്റെ അടുക്കളയിൽ കൂടെ കയറി വന്നു ഈ രഞ്ജിത്ത് സാർ. അപ്പൊ ഞാൻ എന്തെന്നറിയാമോ, ഞാൻ അലമാരുടെ സൈഡിൽ ഇങ്ങനെ ചെന്ന് ഒളിച്ച് ചെന്നപ്പോഴേ ഈ രഞ്ജിത്ത് സാറ് ഈ മറ്റേ ജനലിൽ കൂടെ ഇങ്ങനെ ഒളിച്ച് ഇങ്ങനെ എന്നിട്ട് ഞാൻ കണ്ട്, ഞാനേ കണ്ടുള്ളൂ. അങ്ങനെ അന്ന് ആ ഡയലോഗാണ് ഈ സിനിമയിൽ എടുത്തിട്ടത്. ശരിക്കും നവ്യ പറഞ്ഞ ഞാനേ കണ്ടുള്ളൂ എന്നുള്ള ഡയലോഗ് ഇല്ലേ, എന്റെ അടുക്കളയിൽ നിന്ന് പോയതല്ലേ ഈ ഡയലോഗ്. ഞാൻ ഈ രഞ്ജിത്ത് സാറും കൂടെ കട്ടൻ ചായം കുടിച്ചോണ്ടിരുന്ന് ഉണ്ടാക്കിയ ഡയലോഗാണ് ഈ ഡയലോഗ്. അതാദ്യം മനസ്സിലാക്കണം. ഉണ്ണിയേട്ടൻ പിന്നെ ശരിക്കുള്ള ഉണ്ണിയേട്ടൻ, ശരിക്കുള്ള ഉണ്ണിയേട്ടൻ ഞാനായിരുന്നു. സ്ക്രിപ്റ്റ് എന്നെ കൊണ്ട് വായിച്ച് കേൾപ്പിച്ചു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വേറെ മേഖലയിൽ പോയി. അതിനിപ്പോ എന്താ കുഴപ്പം? ഞാനാണ് ഉണ്ണിയേട്ടൻ. ആരെയും പറഞ്ഞ്
കണ്ടില്ലേ നിങ്ങൾ ആരും? മിനു കണ്ടില്ലേ? ലക്ഷ്മി കണ്ടില്ലേ? അസീസ കണ്ടില്ലേ? ഈ മുതലല്ലേ ആ ഇതല്ലേ ഞങ്ങള് മുതലല്ല. അല്ല അതെ അത് ഞാനാണ് ഉണ്ണിയേട്ടൻ. ഇവരെ വന്ന് കണ്ടപ്പോ ഉച്ചയ്ക്ക് കണ്ട് ഞങ്ങൾ ആഹാരം കഴിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞതാണ്. ഉണ്ണിയേട്ടൻ ശരിക്കും ഉണ്ണിയേട്ടൻ ഞാനാ. നവ്യ ആദ്യം മനസ്സിലാക്കുക. അല്ല ഈ നവ്യ ചേച്ചി അപ്പൊ അതല്ലേ നമ്മൾ തന്നെ സർപ്രൈസ് പറയണേ. നവ്യ ചേച്ചി എന്താ പറയണേ? ആരുടെ അറിയാ? ശരിക്കുള്ള ഉണ്ണിയേട്ടനെ ഞാൻ കണ്ടു, അരവിന്ദ്. അത് തന്നെ എന്റെ കൊച്ചേ. ഇത് നവ്യക്കല്ല, ലോകത്തുള്ള എല്ലാ മലയാളീസിനും അറിയാം ഞാനാണ് അരവിന്ദൻ എന്ന് അറിയാം. ഉണ്ണിയേട്ടൻ ഞാനാണെന്ന് അറിയാം. പിന്നെ അത് കണ്ടാ പിന്നെ അങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഇരിക്കുമ്പോ പിന്നെ ഇനി എന്താണ് ഇതെന്താണ്? പേര് മാറ്റല്ലേ ഒരു മിനിറ്റ്. ഇങ്ങനെ ഇടുന്നത് വരെ കറക്റ്റ്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെടായികയല്ല എന്റെ പ്രശ്നം. ഞാനിപ്പോ ശരിക്കും ഉണ്ണിയേട്ടനെ അവിടെ കണ്ടു. നിങ്ങൾ ഞാനേ കണ്ടുള്ളൂ. മാത്രമേ കാണൂ, കൊച്ചിന് മാത്രമേ കാണാൻ കഴിയൂ. ഒരു കലാകാരിക്ക് ഒരു കലാകാരനെ കാണാൻ കഴിയും. അപ്പൊ അത് കൊണ്ടേ ഇങ്ങനെ ആ സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ബിസി ഉള്ളത് കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ബിസിനസ് ആയിരുന്നോ? ബിസിനസ് അല്ല, ബിസിനസ് ആയ പിന്നെന്ത്, അതിന് മേള എന്റെ അമ്മമ്മയും കൊണ്ട് ഞാൻ പല്ല് പറിക്കാൻ പോയിരുന്നു. അതുകൊണ്ടാണോ ഷൂട്ടിങ്ങിന് പോവാതെ? അതുകൊണ്ടാണ് ഷൂട്ടിന് പോകാത്തത്. അമ്മൂമ്മയുടെ പല്ലെടുക്കേണ്ടത്. അമ്മൂമ്മയുടെ പല്ലെടുക്കാൻ വേണ്ടി. പക്ഷെ അമ്മൂമ്മയുടെ ഒരു പല്ലെടുത്തപ്പോ ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര വിഷമം. കാരണം ഞാൻ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് പക്കവിടെ തന്നെയല്ലേ. ഇതും കൂടെ കാണുമ്പോ അമ്മൂമ്മക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരു പല്ലല്ലേ പോയുള്ളൂ? അമ്മമ്മക്ക് ആകെ ഒരു പല്ലല്ലേ ഉള്ളു. അങ്ങനെ പിന്നെ ഞാൻ ഓവർ ബിസി ആയിട്ട് പിന്നെ ഈ സിനിമയൊക്കെ ഞാൻ അങ്ങ് വിട്ട് ഞാൻ വേറെ മേഖലയിൽ പോയി. ഏത് മേഖല? വേറെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ കൃഷി ഇല്ലേ, കപ്പ കൃഷി പാട്ടം എടുക്കുന്ന സമയത്ത് എന്നെ വിളിക്കും. രാത്രി പന്നി ഇറങ്ങുമ്പോഴേ പന്നി വരാതിരിക്കാൻ വേണ്ടി പന്നം പിന്നെ കത്തിച്ച് വെച്ച് ഞാനാണ് പാട്ടിട്ട് ഇങ്ങനെ കൊട്ടുന്നത്. പിന്നെ അത് വേറെ സംഭവം ഉണ്ടെന്ന് അറിയാം. ഈ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു നാണക്കേട്. എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ട് എനിക്കൊരു നാണക്കേട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാം, ഞാനിപ്പോ ഗസ്റ്റായിട്ടാ പോകുന്നത്. ക്ഷണിക്കപ്പെടുന്ന പിന്നെ കപ്പത്തോട്ടത്തിൽ ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ മാത്രമേ ഞാൻ പോകുള്ളൂ. സെലിബ്രിറ്റി. പക്ഷെ വേറെ കാര്യം ഉണ്ടട്ടാ, എനിക്ക് താളമില്ലാത്തോണ്ട് പന്നി വരില്ല. ഈ താളം ഉണ്ടെങ്കിൽ പന്നി വരയ്ക്ക് വരാൻ പറ്റും. അല്ലല്ല, താളം ഇല്ലാത്തോണ്ടല്ല. ഒരു പന്നിയെ കാണുമ്പോ മറ്റൊരു പന്നി വരില്ല, അതുകൊണ്ടാണ്. എന്നാ അവിടെ പോയിരിക്കും ചേച്ചിയുടെ എക്സൈറ്റ്മെന്റ് ലക്ഷ്മി. അതല്ല എക്സൈറ്റ്മെന്റ് അല്ല, ഞാനിപ്പോ ഉണ്ണിയേട്ടനെ കണ്ടു, അരവിന്ദനെ ഞാനിപ്പോ കണ്ടു. അതെ, കുറ്റബോധം. നേരത്തെ ഒരാൾ ചെയ്തല്ലോ, എന്നെ അല്ലേ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചത്. അപ്പൊ ആ കുറ്റബോധം കൊണ്ട് കൊച്ചു വിളിച്ചു വാരി പറയുന്നതാണ്, കൊച്ചേ ഞാൻ തന്നെ കൊച്ചേ. ഇതെന്തൊരു കുറ്റബോധം തോന്നുന്നു? ഞാൻ ആരെങ്കിലും പ്രേമിച്ചു വഞ്ചിച്ചു? അല്ലല്ല, അതൊക്കെ പോട്ടെ. തെറ്റിൽ വെച്ച് ഞാനും നവ്യം തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായൊക്കെ ഓർമ്മ ഉണ്ടാ? ഉണ്ടായി ഓർമ്മ? എന്ത് സൗന്ദര്യപ്പിണക്കം? ഞാൻ ഇത് നവ്യയുടെ അടുത്തിരുന്ന സമയത്ത് എനിക്ക് സൗന്ദര്യം ഇല്ലെന്ന് നവ്യ പറഞ്ഞു. അങ്ങനെ എനിക്ക് വിഷമം ഉണ്ടായി. അങ്ങനെ എന്നെ കണ്ണാടി എടുത്തെറിഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇപ്പോഴും ആ ഒരു ഇത് മാറുന്നില്ല, ടെൻഷൻ മാറുന്നില്ല. ഇല്ല, എനിക്ക് സത്യമായിട്ട് ഞാൻ ഉണ്ണിയേട്ടൻ, നിങ്ങൾ ആരും കാണാത്ത നന്ദനത്തില് അഭിനയിച്ച അരവിന്ദില്ലേ, ഉണ്ണിയേട്ടനായിട്ട് അഭിനയിച്ച മനസ്സിൽ മിഥുന മഴ ഇവിടെ വന്നു, ഞാൻ കണ്ടു. ഇതെന്ത് നിങ്ങൾക്ക് ആർക്ക് കാണാൻ പറ്റാത്ത? ഇപ്പൊ മിഥുന മഴ ഇടവത്തിലെ പെയ്യട്ടെ, പക്ഷെ എന്നെ അല്ലേ കണ്ടത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. അത്രക്ക് കറക്റ്റ് ഡിറ്റോ ഫിഗർ ആയതുകൊണ്ട് നവ്യക്ക് തോന്നുന്നു. ചേച്ചിക്ക് ചിലപ്പോ ദൈവാധീനം ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നിക്കണതായിരിക്കും. ഇത് ശരിയായ നടപടി അല്ല. നവ്യ കുറെ നേരം കൊണ്ട് പറഞ്ഞു ഉണ്ണിയേട്ടനെ കണ്ടത്. അത് എന്തോ സംഭവം ഉണ്ട്, അതാണ് എനിക്ക് സത്യമായിട്ട് പറയുന്നതാണ്. ഇതല്ലാതെ വേറെ ഉണ്ണിയേട്ടനെ കണ്ടു എന്നാണോ പറയുന്നത്? ഞാൻ കണ്ടു. തങ്ങനെ കളിയാക്കിയതാണ്. തങ്കുനെ കളിയാക്കണമെന്നല്ല, ചേച്ചി നമ്മളെ പ്രാങ്ക് ചെയ്യാ. അല്ല, എന്താന്ന് മനസ്സിലായോ? എന്നെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചല്ലോ. ഞാൻ പിന്നെ വേറെ കൂലിപ്പണിയും കാര്യങ്ങളായിട്ട് പോയപ്പോ ആ കൊച്ചിന് ഇപ്പൊ കണ്ടപ്പോ ഒരു മനസ്താപം അങ്ങനെ കണ്ടെന്നാ പറഞ്ഞേ. യഥാർത്ഥത്തിൽ കൊച്ചിന്റെ മനസ്സിലുള്ള മനസ്താപം വരാനായിട്ട് ഞാനല്ല രഞ്ജേട്ടൻ. ഞാനിതായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങളെ വിളിച്ചിട്ടില്ല, കഥ വായിച്ച് കേൾപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് എനിക്ക് മനസ്താപം അല്ല. അതെ, നമ്മൾ ഓൾറെഡി ആ ഒരു സിനിമ ആ ഒരു പ്ലോട്ട് മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണല്ലോ അഭിനയിച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ തോന്നിക്കാണും. എന്റെ തങ്കു ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് തങ്കുന്റെ ബാക്കിൽ ഞാൻ യഥാർത്ഥത്തിലുള്ള ഉണ്ണിയേട്ടനെ കണ്ടു. എന്ത് വർത്താനം പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ നോക്കിക്കല്ലേ, ഞങ്ങൾ കാണാതെ ഇനി പ്രൊഡക്ഷനിൽ ചായ കൊണ്ടുവരുന്ന ഉണ്ണിയേട്ടൻ. ഇത് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള തങ്കു അല്ലാണ്ട് വേറെ ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടിരുന്നെങ്കിൽ. നമ്മൾ ആരും കണ്ടിട്ടില്ലേ? അയ്യോ, എന്റെ കൃഷ്ണ ഞാൻ കണ്ടതാ. ഞങ്ങളുടെ കൃഷ്ണ ഞങ്ങൾ കണ്ടില്ലല്ലോ. ഇത് ഞങ്ങളെ പറ്റിക്കിട്ടെ എന്നുള്ള പ്രാങ്ക്. ഇത് തങ്കച്ചനെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. എന്റെ ഒരു ഇത് ആരോട് ഞാൻ പറയാനാ? എത്ര നേരിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കും, ആരും വിശ്വസിക്കണില്ല. എന്നാ പിന്നെ ഞാൻ കണ്ടില്ല. പ്രശ്നം കേട്ടോ, സീരിയസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേര് കാണാൻ സാധനം കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ
അങ്ങനെയല്ല, ആ ഒരു സിനിമയോട് എത്രയോ കമ്മിറ്റഡ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഓർമ്മകൾ വന്നപ്പോ തോന്നിയതായിരിക്കും. എന്റെ ദൈവമേ, വിട്ടേക്ക്, ഞാൻ കണ്ടില്ല. പ്രശ്നം കഴിഞ്ഞില്ലേ? ഞങ്ങളും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, കഴിഞ്ഞു പോട്ടെ. കണ്ട ഇപ്പോഴും പോയി. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇപ്പൊ ഉണ്ട്. പോയിട്ടില്ല. ദേ ഇവിടെ നിക്കല്ലേ, കല്ലുപോലെ. ഉണ്ണേട്ടൻ അതുവഴി ഇപ്പൊ പാസ് ചെയ്ത് ഞാൻ പിന്നെയും കണ്ടു. ഇല്ല കുട്ടി, ഞാൻ മയിൽക്കുറ്റി പോലെ ഇവിടെ നിക്കല്ലേ, കിഴങ്ങ് പോലെ നിക്കല്ലേ ഇവിടെ. അത് കറക്റ്റ് ആണ്, പക്ഷെ പോയി എന്നുള്ളത് ശരി. എന്തായാലും തങ്കു മതി. ഇനി തങ്കു ശരിക്കും പോയിക്കോട്ടെ. ഉണ്ണേട്ടം വിട്ടോളൂ. അടിപൊളി performance. അറിയാമോ, നീ ഇവിടെ നിന്നാലേ വീണ്ടും ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. എന്റെ ഇവിടെ നിൽക്കുമ്പോഴാണ് നവ്യയ്ക്ക് ആരെയും ഞാൻ പിന്നെ പറ്റിക്കേണ്ട ആവശ്യം. എന്തിനീ ദേഷ്യം വരണേ? ഞങ്ങൾ ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് പറയണു ഇവിടെ ദേ തങ്കു മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ചേച്ചിക്ക് തോന്നുന്നതാ ചേച്ചി വിശ്വസിക്കുക. ചേച്ചി ഒറ്റയ്ക്കാം, മറ്റേത് നമ്മളെപ്പോഴും സെറ്റ് ആട്ടോ. പക്ഷെ ഞാൻ ഇത് ഇവരുടെ കൂടെ ഞങ്ങൾ ആരും ഒന്നും കണ്ടില്ല. ഞാൻ ഈ കളിക്കില്ല, ഞാൻ കൂട്ടുകെട്ടി. അല്ലെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അടുത്തത് അപ്പോഴേ ആരൊക്കെ എതിർത്താലും ഞാൻ നവ്യയുടെ കൂടെ നിൽക്കുന്നതാണ്, നിൽക്കേണ്ടതുമാണ്. പക്ഷെ ഇതിപ്പോ നവ്യ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി അത് അതാണ് അല്ലേ? അപ്പോ എല്ലാവർക്കും വിടാം, ഞാൻ പോവുകയാണ്. ഓക്കെ. thank you. അയ്യോ, അത് തന്നെ കറക്റ്റ് അത് തന്നെ. അതിനെ ന്യൂനമർദ്ദത്തിന്റെ കൊടുങ്കാറ്റ് വല്ലോ. അറബികളുടെ ഉൾക്കടലിലേക്ക് അങ്ങനെ പോയത്. ഉൾക്കടലിൽ അതൊരു ഗർത്തത്തിലേക്ക് പോയി. എന്നാലേ നവ്യ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്? പൊളിയല്ലായിരുന്നു? പൊളിയാണോ? പൊളി. എന്നതാ ഒരു അടിപൊളി സർപ്രൈസിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇതിനേക്കാളും വലിയ സർപ്രൈസ് ആണോ? ഇതിനേക്കാളും വലിയ സർപ്രൈസ് ഇപ്പൊ ഉണ്ടായിരുന്നത് മൊത്തം തോന്നലായിരുന്നു. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ നവ്യക്കുട്ടിയുടെ മനസ്സ് വളരെയധികം, അതായത് ബാലാമണിയുടെ മനസ്സ് വളരെയധികം ആഗ്രഹിക്കുന്നു നമ്മുടെ ആരെ കാണാൻ? ഉണ്ണിയേട്ടനെ കാണാൻ. ശരിയല്ലേ? ചേച്ചി ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഏതായാലും ആ ഒരു ആഗ്രഹം ഞങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്റ്റാർ മാജിക്കിന്റെ ആ ഒരു ബിഗസ്റ്റ് സർപ്രൈസ് ഇവിടെ നമ്മൾ റിവീൽ ചെയ്യാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ബാലാമണിയുടെ സ്വന്തം ഒറിജിനൽ ഉണ്ണിയേട്ടനെ.
പെർഫോമൻസ് ഒരു രക്ഷയില്ല. എല്ലാവരും ഒരു സ്റ്റാൻഡിംഗ് ഓവേഷൻ പ്ലീസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കാണ് ഭയങ്കര ഒരു ബ്ലസ്ഡ് മൊമെന്റ് ആയിട്ട് തോന്നുന്നത്. കാരണം ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു 5 മിനിറ്റ് സമയം ഇവിടെ നേരിട്ട് നമ്മൾ കാണുകയാണ്. ആഫ്റ്റർ ഒരു 19 ഇയേഴ്സ് ഗോൾഡൻ മൊമെന്റ് ആണ് ശരിക്കും. താങ്ക് യു സോ മച്ച്. பயன்படுத்திட்டு இருக்கு நம்மள 19 இயர்ஸ்னல்ல அப்ப யோசிச்சு பாரு நம்ம ஏஜ் எங்க இருக்குன்னு. അതെ അപ്പടി അതുതാ എനിക്ക് കട്ടക്ക് പിടിക്കാൻ പറ്റൂല. എന്തായാലും അല്ലേ എന്താ പറയണല്ലേ? രക്ഷയില്ല, അടിപൊളി. കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലൈമാക്സ് നമുക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചമാകുന്ന ഒരു സാധനം. ആ 2 വ്യക്തികളെ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വന്നതിൽ സത്യം ഒരുപാട് ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നി? അതായത് ഇത്രയും നാളുകൾക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്റ്റേജസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലേ? ആദ്യമായിട്ട് ആ സിനിമയ്ക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് ഒരു വേദിയിൽ ഈ ഒരു ഡാൻസ് പെർഫോം ചെയ്തത് എക്സ്ക്ലൂസീവ്ലി ഓൺ നമ്മുടെ സ്റ്റാർ മാജിക് ആണ്. സോ നവി ചേച്ചി എന്താ പറയണേ? അല്ല ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലേ ഇത് ആ ഉണ്ണിയേട്ടൻ ആ ഉണ്ണിയേട്ടന്റെ കൂടെയാണ് ഇപ്പൊ ഡാൻസ് ചെയ്തത്. മറ്റേ ഉണ്ണിയേട്ടനും ഈ ഉണ്ണിയേട്ടനും കൂടെ കൂടി മനസ്സിൽ കിടന്ന് കൂട്ടിയടിക്കുക. ആ ഉണ്ണിയേട്ടൻ ഈഗോ അടിച്ച് പിണങ്ങിപ്പോയി. ആ ഉണ്ണിയേട്ടൻ ഞാൻ ഇതുപോലെ കൂടെ ഡാൻസ് കളിച്ചില്ല എന്നുള്ളത് ഒരു വിഷമാവും തങ്കൂല്. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ മനസ്സിൽ വന്നൊരു സംശയമാണ്. ഇത്രയും കൊല്ലങ്ങള് ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഒരു വേദിയിൽ ഡാൻസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റില്ല. എന്താ കളിക്കാണ്ടിരുന്നേ? എനിക്ക് ക്ലാസിക്കൽ അറിയില്ല. അയ്യോ ഇങ്ങനെയാണോ ക്ലാസിക്കൽ അറിയാത്ത ഒരാള് കളിക്കുക? സോ നവ്യക്ക് നന്നായിട്ട് ക്ലാസിക്കൽ അറിയാം. കുറെ ആൾക്കാർ വിളിച്ചു എന്നെ ഷോയില്, നിങ്ങൾ നന്ദനം ക്ലാസിക്കൽ ഡാൻസ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ മാത്രം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പിന്നെ എനിക്ക് തോന്നുന്നത് അന്നൊക്കെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ചാനൽ ഷോസ് അങ്ങനെ പ്ലാറ്റ്ഫോംസ് ഇല്ല. ഒരു 2 3 ചാനൽസ് അത്രേ ഉള്ളൂ. കൂടുതൽ ചാൻസസ് ഉള്ളത് പിന്നെ അബ്രോഡ് ഷോസ് ആണ്. സോ അത് നടക്കണ്ടേ, അത് ചിലപ്പം സംഭവിക്കും. രണ്ടുപേരുടെ ഷെഡ്യൂൾസ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു സ്റ്റാർ മാജിക് തുടങ്ങേണ്ടി വന്നു. അതാണ് രക്തചുരുക്കം അല്ലേ? How do you feel now? എന്ത് തോന്നുന്നു? താങ്ക് യു സ്റ്റാർ മാജിക് ബിക്കോസ് ഫസ്റ്റ് ടൈം ആഫ്റ്റർ സോ മെനി നന്ദനം ചെയ്ത ശേഷം പിന്നെ നവ്യാവണെ ഇപ്പൊ തന്നെ ഞാൻ നോക്കിയ ഈ ഷോസ് കണ്ടിട്ടുണ്ട്. എനിവേ താങ്ക് യു സ്റ്റാർ മാജിക് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. Once again, thank you so much. എനിക്കും വളരെ സന്തോഷമുണ്ട്. അരവിന്ദ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസറാണ്. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിക്കുന്നതല്ലാതെ നമുക്ക് ഒരുമിച്ച് നല്ല പ്രോപ്പറായിട്ട് തന്നെ അരവിന്ദ് വെറുതെ ഹമ്പിളായിട്ട് പറഞ്ഞതാണ് ഞാൻ ക്ലാസിക്കലൊന്നും കളിക്കാൻ അറിയില്ല എന്ന്. പക്ഷെ ഉള്ളിൽ ഡാൻസ് ഉള്ളത് കൊണ്ട് ക്ലാസിക്കൽ ഭംഗിയായിട്ട് തന്നെയാണ് അരവിന്ദ് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഷോ ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. You just believe it will happen. That's all. For sure. ഈ ഒരു വേദിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് തുടക്കങ്ങളും കൂടി ഉണ്ടാവട്ടെ, പുതിയ തുടക്കങ്ങൾ. ഏതായാലും ഇവർക്കൊരു സ്പെഷ്യൽ മെൻഷൻ, ഒരു താങ്ക്സ് പറയാണ്. സാധാരണ ആ സീറ്റിൽ വരുന്ന ഏത് ഗസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ അവർ പറയുമില്ല ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷേ പറഞ്ഞപ്പോഴേക്കും ആ ഒരു കോപ്പറേഷൻ ഉണ്ടല്ലോ, എന്ത് ഗ്രേസ്ഫുൾ ആയിട്ട് രണ്ടുപേരും കളിച്ച്. വെരി വെരി താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച്. Thank you everyone. Thank you so much. Thank you. അത് ക്ലാസിക്കൽ പഠിക്കാതെ പിന്നെ അടിപൊളിയായിട്ട് അതെ അത് വലിയൊരു സംഭവമാണ്. ക്ലാസിക്കൽ പഠിക്കാതെ ഇത്രയും ചെയ്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ക്ലാസിക്കൽ പഠിക്കാതെ എങ്ങനെ ചെയ്തെങ്കിൽ? Thank you so much. ഞാൻ നവ്യാക്കാണ് താങ്ക്സ് പറയണം. കുറച്ച് ഹെൽപ്പ് ചെയ്തതാ ഈ സോങ്ങിന് ചെയ്യുമ്പോൾ, എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തതാ. ഇല്ലെങ്കിൽ എന്നാൽ സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. താങ്ക് യു നവ്യ. പിന്നെ ഇവിടെ വന്ന് എനിക്ക് സ്റ്റാർ മാജിക്കിൽ വന്ന് കുറേ ആൾക്കാർ ഈ ഷോനെ കാണുമ്പോൾ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങൾ. അതിന് പറയണമെങ്കിൽ വാർത്തകൾ ഇല്ലെന്ന് പറയില്ലേ? ഞങ്ങളൊരു വൈബ് ഇഷ്ടായോ? നിങ്ങളുടെ ആങ്കറിംഗ് ഇഷ്ടമായി, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. മലയാളം അറിയാത്ത ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഗുണമുണ്ട്. പനി വന്നു ചൂടാണെന്ന് പറയില്ല. അതെ ലക്ഷ്മി, വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സ്കിറ്റ് എടുത്താൽ, ഒരു പ്രത്യേകിച്ച് സിനിമ എടുത്താല് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമാകുക എന്ന്
എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമ ഒരു കാറ്റടിക്കും. ഒരു ചെറിയ വലിയ സിനിമയാണ് നന്ദനം. അതെ. അതിന്റെ ഒരു ഭാഗമായില്ലേ? അത് നല്ല തന്നെ മഴ ഭാഗ്യമല്ലേ? തോന്നുന്നുണ്ട് അല്ലേ? കേരളയിൽ എപ്പോഴും മഴയല്ലേ? ഈ സീസൺ ആണോ? കേരളയിലെ സീസൺ ആണോ? മഴ സീസൺ ആണോ? കാറ്റടിച്ചില്ലേ ഇവിടെ? കുറച്ച് ദിവസമായിട്ട് മഴയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഓരോരോ തരത്തിലുള്ള ചുഴലിക്കാറ്റ് വരാറുണ്ട്. ഓ ഓക്കെ അതാണ് കുറച്ച് ആര് ഇവിടെ പാസ് ആയി പോകുന്നുണ്ട്. കാറ്റടിക്കണ്ട് കാറ്റടി. ഒരുപാട് കാറ്റടിക്കുമ്പോ ഈ തെങ്ങിന്റെ മുകളിൽ നിന്ന് വണ്ട് വരുന്നതാ. അതിനങ്ങനെ കൂട്ടിയാൽ മതി. അത് കുറച്ചു നേരം നിലത്ത് കിടന്ന് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ചിട്ട് മലന്ന് വീണിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളും. അത് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും സ്റ്റാർ മാജിക് റീലോഡഡ് വേർഷനിലുണ്ടല്ലോ, ഇത് ശരിക്കും എന്താ പറയാ, ഏറ്റവും അധികം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും. അത്രയും ഒരു വിസിലൊക്കെ വന്നല്ലോ. അതെ, റബ്ബർ തമ്മിൽ കൂട്ടി വരെയെന്ന് ഒച്ചയാ. കാര്യാക്കണ്ട. അപ്പോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇത് ഇഷ്ടമായി എന്ന് ചോദിക്കാൻ അതെ അതെ ഇവിടെ എന്നെ കാണുന്നില്ലേ? ആക്ച്വലി എന്നെ കാണുന്നില്ലേ? ശബ്ദം എന്നെ കാണുന്നില്ലേ? കാറ്റ് മഴ പെയ്യോ? ലാസ്റ്റ് മിണ്ടാതിരി. ഞാൻ മിണ്ടിയിട്ടില്ല. എന്നോട് ഞാൻ എന്ത് മുണ്ടാനാണ്? നീ പറഞ്ഞതാ. ആക്ച്വലി ഈ ഷോയുടെ പ്രൊഡ്യൂസറുടെ താങ്ക്സ് പറയണം, ഡയറക്ടറുടെ താങ്ക്സ് പറയണം. ജോൺ. നന്നായിട്ട് ഷോ ചെയ്തതാണ്, അടിപൊളി ഷോ ആണ്. താങ്ക് യു സോ മച്ച്. ആ ഷോയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് വലിയ കാര്യമാണ്. എന്നെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഇവിടെ സാറേ നമ്മുടെ ഈ ഫ്ലോറിലെ പേട്ടലെ എന്നെ കാണാൻ പറ്റില്ല. ഇത്ര അദ്ദേഹത്തിന് ഒട്ടും ഡാൻസ് അറിയാൻ പറ്റില്ല. ഒട്ടും അറിയാൻ പറ്റില്ല അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് അദ്ദേഹം നന്നായിട്ട് ഡാൻസ് ഞാൻ അത്യാവശ്യം കളിക്കും. ട്രെയിൻഡ് ആണ്. മാത്രല്ല അരവിന്ദ് നന്നായി പാട്ട് പാടും. അതാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ലേ? ഒരു മിനിറ്റ്. ഓഡിയോ എന്തോ കംപ്ലൈന്റ് സൗണ്ട് ഒരു മർമറിംഗ് ശബ്ദം, ഈ കിറ് 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 എന്നൊരു ശബ്ദം. ഞാൻ ഇവിടെ വന്നതിന് ശേഷമേ എനിക്ക് ആ ഒരു സൗണ്ട് എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഡയറക്ടറുടെ സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് വേണ്ട, പാവം അവരെ മോർണിംഗിൽ നിന്ന് നൈറ്റ് വരെ ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് എന്തിനാ ഡിസ്റ്റർബൻസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ട ഓക്കെ വീടെ പോട്ടെ വിട്ടാ. ആ സൗണ്ട് വരണുണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നേ. അരേ ഉണ്ണിക്കണ്ണ, ഇവിടെ എന്ത് നടക്കും? അരേ ഉണ്ണിക്കണ്ണൻ കറക്റ്റല്ലേ? ഹലോ ഹലോ ഇവിടെ ഞാൻ എന്താ പറഞ്ഞു? എന്റെ ദൈവമേ, എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഇത് ഞാൻ പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ എന്നെ തൊട്ടോ? ഇല്ല. ഞാനാ തൊട്ടില്ല. തൊട്ടില്ലേ? ഞാൻ കണ്ണൻ ഞാൻ ഉണ്ണിക്കണ്ണൻ. ഞാൻ തൊട്ടില്ല, ഞാൻ ഇങ്ങനെ തൊടും. ഇല്ല, ഞാൻ ഇവിടെ അതാണ് വിചാരിച്ചത്. നിങ്ങൾ തൊടണ്ട. കൊച്ചിലെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാവാത്തതേ, എനിക്ക് ഭയങ്കര ഉറക്കം സംസാരിക്കേണ്ടി വരും. കാരണം എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേറി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഏത് ഡിസ്റ്റർബൻസ്? മഴയ്ക്ക് സാധ്യത ഉണ്ട്. മഴയ്ക്ക് അതെ, വേറെ കാറ്റ് വരുന്നുണ്ട് ഈ കുറച്ച് കഴിയുമ്പോ ഒരു പാലപ്പൂവിന്റെ മണം വരും. ആ കാറ്റല്ലേ വന്നുള്ളൂ. പ്രയാതമല്ല വന്നാണ്. എനിക്ക് പട്ടിക്കെട്ട് എറിഞ്ഞിട്ട് ആള് മാറിക്കൊണ്ട് ഒരാള് തീർന്നു പോയിട്ടുണ്ട്. അയാളുടെ പ്രേതത്തിൽ കിടന്നാലേ. ഞാൻ അതെ ഞാൻ ഒരു കാര്യം എന്നെ കാണാൻ പറ്റുന്നില്ല. ഞാൻ അദൃശ്യനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ പ്രാവശ്യം കിടന്ന് കറങ്ങി. ഈ എപ്പിസോഡ് യൂട്യൂബിൽ വരുമ്പോ നിങ്ങൾ പറയാ, നിങ്ങളുടെ പ്രേക്ഷകര് പറയാ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഞാനുണ്ട് ഞാൻ ഓഡിയൻസ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ടില്ല. അത് പറയുന്നില്ലേ ഇപ്പൊ വൈൻഡിങ്ങില്ലേ, ഷോയുടെ വൈൻഡിങ്. ഓഡിയൻസ്ക്ക് ഞാൻ താങ്ക്സ് പറയും. ബിക്കോസ് ഈ ഷോയിൽ എന്നെ വിളിച്ചിട്ട് പിന്നെ നവ്യയോടെ എനിക്ക് ഒരു പെർഫോമൻസ് കൊടുത്തതും പിന്നെ താങ്ക് യു പറയണം. പിന്നെ എന്തോ ഒരു ശബ്ദം കയറി വരുന്നു. ഓക്കെ, തിരിച്ചു പറയുന്നു ഫുൾ ഡയലോഗ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഞാൻ പറയുന്നത് ഈ സ്റ്റാർ മാജിക്കിൽ എന്നെ വിളിച്ചതും പിന്നെ നവ്യ നിന്റെ ഫോണല്ലേ അത്? നീ എടുക്കണല്ലേ? നീ തന്നെ എടുക്കണം. അല്ല, ഞാൻ പോയി എടുക്കാണോ? ഹലോ, ആ നിനക്ക് വയറ് നിറഞ്ഞില്ലേടാ? എടാ അതല്ല, എടാ എന്നെ കാണാൻ പറ്റുന്നില്ലടാ. ഞാൻ അവരുടെ മുമ്പ് കിടന്ന് ഒരുപാട് അഭ്യാസം കാണിച്ചിട്ട് എന്നെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇനി അദൃശ്യനാണോ? നിന്നെ സുരേഷ് ആശാൻ തിരക്കണം. എന്തിന്? അങ്ങനെ ഒരു ചെണ്ട പൊട്ടി, അപ്പൊ അത് തോല് വേണം, അപ്പൊ നിന്റെ തൊലി കൊടുക്കുമെന്ന് ചോദിച്ചു. അതല്ലടാ എടാ അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ ഇവിടെ കൃഷ്ണനായിട്ട് ഞാൻ ഒന്ന് കളിച്ചില്ലേ? അത് ഞാൻ ഡാൻസ് കഴിഞ്ഞിറങ്ങിയ സമയത്ത് എനിക്ക് ബുക്കിങ് ഉണ്ണിയേട്ടനായിട്ട് വന്നില്ലേ? അപ്പൊ ഇവിടെ വന്നവര് പോയവരെല്ലാം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നിനക്കാണ് ഈ വേഷം കിട്ടേണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് അതിനകത്ത് വിഷമമുണ്ട്. പക്ഷേ ഇത് ഞാൻ രണ്ടാമത് ഞാൻ കയറിയ സമയത്ത് എന്നെ കാണുന്നില്ലടേ. ഞാൻ ഇനി അദൃശ്യനാണോ? എനിക്കിനി ദൈവത്തിന്റെ കൃപ കിട്ടിയോ? ഒന്ന് പറഞ്ഞതാടാ. നിനക്ക് പയ്യെന്ന് എനിക്ക് അറിയായിരുന്നു. തീരെ വയ്യെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്.
നിനക്ക് വിശപ്പുണ്ടോ? വിശക്കുന്ന എടാ അല്ലടാ, ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവരെ മുമ്പ് ഒന്ന് ചാടിയിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ലടാ. അല്ലേ? ആ, എടാ നിനക്ക് ഈ ഒരു ചെറിയ മണം വരുന്നാടാ അവിടെ. വരുന്നു അത് നീ നിന്ന് പുഴുക്കുന്നതിന്റെ മണമാണ്. തന്നെയാണ്. അത് നിനക്ക് കിട്ടുന്നില്ലേ? എടാ തന്നെയാണ്. എടാ ഇവിടെ ഉള്ളവരെ ഇങ്ങനെ ആ വന്ന ആളിന്റെ അടുത്തെങ്കിലും എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടേ. അല്ലേ? പിന്നെ അത് അവര് അവിടെ അവരെ നാട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കൂലേ, ഞാൻ ഇവിടെ പുഴുക്കണമെന്ന് പറഞ്ഞു കൊടുക്കൂലേ. ഒരു കാര്യം ചെയ്ത് നീ അവിടെ ചെന്ന് പറയടാ, നീയാണ് യഥാർത്ഥ ഉണ്ണിയെന്ന് പറ. ഞാൻ ചെന്ന് പറയട്ടാ? ഓ. എടേ എനിക്ക് അറിഞ്ഞുവിടുതേ. തങ്കുവിന്റെ ശബ്ദല്ലേ കേട്ടത്? അതെ. അയ്യോ ഇതാരത്? തങ്കുവല്ലേ? ഇവിടെ പോയടാ ഇത്ര നേരം ഇവിടെ ഒരു വിത്തൻ, ഒരു ഞാന് വിത്തനല്ലേ? ആ. ഞാന് ഡാൻസ് കൊണ്ട് സാറ് ചെയ്ത ഒരു വേഷം ഞാൻ ചെയ്തു, നേരത്തെ ഇവിടെ ചെയ്തു. എപ്പോഴാണ്? നേരത്തെ ഞാൻ ചെയ്തായിരുന്നു. നേരത്തെ ചെയ്തായിരുന്നു. ഇപ്പൊ രണ്ടാമത് ആ വേഷം ചെയ്തത് കൊണ്ടായിരിക്കാം, ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിരിക്കാം, നേരത്തെ ഞാൻ ഇവിടെ ഒന്ന് കുറെ ചാടിയിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ല. ആ ദൈവം എനിക്ക് തന്ന ഒരു അദൃശ്യനായിട്ട് ഒരു സംഭവമായിരിക്കും. അങ്ങനെ ആവില്ലേ, ഓരോന്നൊക്കെ കണ്ടിട്ടേ ഭഗവാന് തോന്നി കാണും, കാണിച്ചു കൊടുക്കണ്ടെന്ന് ആർക്കും. തന്നല്ലേ? അങ്ങനെ ആവുള്ളൂ. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇവിടെ കിടന്ന് കറങ്ങി. ഭഗവാൻ പറയുവാ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന്. അങ്ങനെ ഭഗവാന് തോന്നിക്കാണും. ഇല്ല, ചേട്ടാ ചേട്ടന്റെ ആദ്യത്തെ പെർഫോമൻസിന് ഞങ്ങൾ കഷ്ടപ്പെട്ടത് കണ്ടിരുന്നു. രണ്ടാമത്തെ കാണാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നത്. അങ്ങനെയാണ്? അതെ. അയ്യോ എങ്കിൽ നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ ഒറ്റച്ചാട്ടത്തിൽ ഒറ്റക്കറക്കത്തിലൊക്കെ നിൽക്കുമായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചേ എന്നെ ഇനി കാണാൻ പറ്റുന്നില്ലെന്ന് ഇടയ്ക്കൊക്കെ ഞാൻ നിങ്ങളെ മുമ്പ് കിടന്ന്. തങ്കച്ചൻ ഇൻവിസിബിൾ മാൻ ആയി. ഒരിക്കലും അല്ല, Invisible man. ഒരിക്കലും അല്ല. കാണാൻ പറ്റില്ല. പക്ഷെ തങ്കച്ചൻ യു ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്, ഫെന്റാസ്റ്റിക് ஜாப். பெட்டர் மலையாளத்தில் പറയാൻ പറ്റില്ല எல்லா வேர்ட்ஸும் உள்ள இருக்குது, அதனால தமிழ்ல சொல்லிடுறேன். ரொம்ப நல்லா பண்றீங்க. Thank you. இதே மாதிரி பண்ணிட்டே இருங்க. நிறைய நல்ல ஃபியூச்சர் இருக்கு. நீங்க வந்து உங்க ஃபியூச்சர் வண்டி நம்புங்க, வேற யாரையும் நம்பாதீங்க. உங்க மனசை நம்புங்க போதும். நீங்க ஜெயிப்பீங்க. ஓகேங்களா? താങ്ക് യു. സൂപ്പർ. തമിഴ് വല്ല അവസരം വല്ലതും ഉണ്ടോ? അല്ല ഞാൻ வரும், கண்டிப்பா வரும். இந்த ஷோ நிறைய பேர் பாப்பாங்க, கவலைப்படாதீங்க. അയ്യോ ഇനി അവിടെ കൂടെ കൊണ്ട് എന്നെ കണ്ടിക്കാനേ ഉള്ളൂ. ഇവിടെ എല്ലാരും കണ്ടിച്ചിട്ടേക്കും. You also doing a good job. Everybody is doing a good job because நான் இது முன்பு കുറേ എപ്പിസോഡ് കണ്ടു and it is very hilarious and very casual. കുറേ വിഷയങ്ങളാണ്. All the actors, musicians, lot of people are joining in one platform. I think this is the first show that kind of genre. താങ്ക് യു. That's a good genre actually. എല്ലാവർക്കും ഒരു ഐഡിയ, എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്. സോ മ്യൂസിക് ആവട്ടെ, ഇറ്റ്സ് ഡാൻസ് ആവട്ടെ, എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്. സോ ഈ പ്ലാറ്റ്ഫോം அமைச்சு കൊടുത്ത സ്റ്റാർ മാജിക്കിന് താങ്ക് യു പറയും. താങ്ക് യു. ആൻഡ് മലയാള പ്രേക്ഷകർക്ക് என்ன நந்தனம் படத்தில் நீங்கள் கண்டு இதுவரை நீங்கள் கிருஷ்ணனாய் என்ன இன்னமும் நீங்கள் பிளெஸிங் கொடுத்து தான் நான் இங்கே நிற்கிறேன். இந்த பிளெஸிங் நான் எப்பவுமே மறக்க மாட்டேன். தேங்க்யூ ஸோ மச். താങ്ക് യു സാർ. താങ്ക് യു എവരിബഡി. താങ്ക് യു വെരി Yes. നീ എന്തിനു thank you? ചേട്ടാ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ജോയിനിങ്. ഒരിക്കൽ കൂടെ തങ്കു, അതെ നേരത്തെ ഉണ്ടല്ലോ ഞങ്ങൾ തങ്കുവിനെ പ്രാങ്ക് ആക്കിയതാ. ഞങ്ങൾ അല്ല അല്ല ഇത് എനിക്ക് എനിക്കിപ്പോ നിർവേദമായിട്ടാ തോന്നുന്നത്. അല്ല ഇതില് കുറച്ച് ആൾക്കാരുടെ ഒക്കെ കൈവിട്ട് പോയായിരുന്നു. പക്ഷേ സാർ അത് കട്ടയ്ക്ക്, സാറും മേഡം കട്ടയ്ക്ക് എന്നെ അത് പിടിച്ചത്. അടുത്ത് വന്ന് ഞാൻ എങ്ങനെ പെർഫോം ചെയ്തിട്ട് നിങ്ങൾ പിടിച്ചില്ല. അതാണ് അഭിനയം എന്ന് പറയുന്നത്. ഭയങ്കര അഭിനയം തന്നെ. എന്നെ വെരി ഗുഡ് ആക്ടർ, ഗുഡ് ഡാൻസർ, ഗുഡ് ആങ്കർ, ഗുഡ് വെരി ആക്ടർ. വീണ്ടും വീണ്ടും കം സ്റ്റാർ മാജിക്കിലേക്ക് വീണ്ടും കം. ഇതാണ് നമ്മുടെ തങ്കുവിനെ നമ്മൾ തങ്കപ്പനായിട്ടല്ല നമ്മളെ പൊന്നപ്പനായിട്ട് കാണാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. Once again, തങ്കു കീ. അപ്പൊ ഞാനവിടുത്തെ ഈ മണലെ കയറി സൈക്കിൾ പാളിയിട്ട് മരത്തിന് നേരെ ചെല്ലുമല്ലോ ഇടിച്ചു നിൽക്കാൻ. എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ വിഷമിച്ചു. വെളിയിലിറങ്ങിയപ്പോ പ്രൊഡക്ഷനിലെ ചേച്ചി എന്നെ വഴക്ക് എന്റെ അടുത്ത് പറഞ്ഞ് ബാക്കിയെല്ലാം കറക്റ്റാ, ഒരു കുറി അതിട്ടില്ല. അതിടാത്തോണ്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞടാ, ആ കുറി നീ ഒന്ന് ഇട്ടിരുന്നെങ്കിൽ പക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചേ അത് വേണ്ട, കുറി വേണ്ട, ചിലപ്പം വ്യത്യാസം പറഞ്ഞെങ്കിൽ. അരവിന്ദനും മുരുവിന്ദനും ഒന്നായാലോ, ചെറിയൊരു വ്യത്യാസം വേണ്ടേ? അപ്പൊ ആ ചേച്ചി പറഞ്ഞതനുസരിച്ച് ഒരു കുറിയുടെ വ്യത്യാസം അല്ലാതെ ബാക്കി നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അതേപോലെ അതെ. എന്റെ പേരിൽ എവിടെയെങ്കിലും ചെന്ന് ഉന്മാഷം നടത്തി പൈസ മാറ്റിട്ട് പോകരുത്. അതേ പ്രോഗ്രാം ഇല്ല. ഞങ്ങൾ വിളിച്ചാൽ ഇനിയും വരുമോ? തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വരും. താങ്ക് യു. അപ്പൊ ഒരിക്കൽ കൂടെ രണ്ടുപേരെയും ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡിലെ കളി, ചിരി, തമാശകൾ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് ഒന്ന് കുറുക്കുമൽ ചുറങ്ങാൻ വേണ്ടിട്ടാ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.